നമ്മുടെയൊക്കെ വീടുകളിൽ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്, വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ടേബിൾ ഫാൻ അല്ലെങ്കിൽ പെഡസ്റ്റൽ ഫാനുകൾ വർക്ക് ചെയ്യാതിരിക്കുക. അപ്പം നമ്മളൊക്കെ വൈൻഡിങ്ങിന് പ്രശ്നമോ അങ്ങനെ വല്ല പ്രോബ്ലം ആണെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും ആയിരിക്കില്ല. ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബെയറിംഗ് സെക്ഷനിലോ പൊടി നിറഞ്ഞായിരിക്കും. ഇത് എങ്ങനെ വീടുകളിലിരുന്ന് തന്നെ നമുക്ക് ഓൺ അല്ലെങ്കിൽ നന്നാക്കാം എന്നാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഓൺ ചെയ്യാണ്. ഫാൻ കറങ്ങുന്നില്ല. അപ്പം ഇനി നമുക്കിത് എങ്ങനെ ഓൺ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഈ ഒരു ബോഡി നമുക്ക് അഴിച്ചെടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ ബോഡി അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു ലീഫ് സെക്ഷനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. അപ്പോൾ കറക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ബലം, അതായത് നല്ലൊരു സ്റ്റക്ക് ഇതിന് അനുഭവപ്പെടും. അപ്പോൾ ഇനി ഈ ഒരു ലീഫ് അഴിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനാണ് അഴിക്കേണ്ടത്. ഇത് ഫാൻ ഇങ്ങനെയാണ് കറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതേ ഡയറക്ഷനിൽ കറക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഫാൻ എങ്ങോട്ടാണോ കറങ്ങുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറക്കി നമ്മളത് അഴിച്ചെടുക്കും. ഇനി നമുക്ക് ഈ ലീഫ് അഴിക്കാം. ലീഫ് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാർട്ടും അഴിച്ച് ലീഫിൻ്റെ കേസ് കൂടി മാറ്റി വയ്ക്കാം. നമുക്ക് മോട്ടറാണ് അഴിക്കേണ്ടത്. മോട്ടർ അഴിക്കാൻ വേണ്ടത് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. ഈ ഒരു 4 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ അഴിക്കാൻ പറ്റും, മോട്ടറിൻ്റെ കേസ് അഴിക്കാൻ പറ്റും. അപ്പം ഞാനിതിൻ്റെ 4 സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേസ് ഇളക്കിയെടുക്കാം. ഇപ്പം ഈ ഒരു മോട്ടറാണെങ്കിൽ ഇതിലൊരുപാട് പൊടിയുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക, നല്ല പിടുത്തം ഈ ഒരു ഇതിൻ്റെ മുകളിലുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നോബാണ് അഴിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ ഔട്ടർ കേസ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു നോബ് അഴിക്കണമെങ്കിൽ ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യണം, അഴിച്ചെടുക്കണം. അതിനും വേണ്ടതൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. ഞാനിപ്പോൾ ആ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു നോബ് കൂടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഔട്ടർ കേസ് പുറത്തേക്ക് കിട്ടും. ചില ടേബിൾ ഫാൻസിന് ആ ഒരു സ്ക്രൂവിന് കൂടാതെ ഇതിൻ്റെ നേരെ പിന്നിൽ ഒരു സ്ക്രൂ കൂടി കാണും. അപ്പോൾ അതുകൂടി ഒന്ന് അഴിക്കാം. ഇപ്പം ഞാൻ അതുകൂടി അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേസ്, ഈ ഒരു സെക്ഷൻ, അതായത് ഇതിൻ്റെ ഓസിലേഷന് സഹായിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പം ഈ ഒരു സെക്ഷൻ കൂടി അഴിക്കണം. അതിന് ഇവിടെ ആയിട്ട് 3 സ്ക്രൂ കൂടി ഉണ്ടാവും. ആ 3 സ്ക്രൂ കൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി അഴിക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഫ്രണ്ടിലുള്ള ഇവിടെ ഒരു ബുഷ് വരുന്നുണ്ട്. ആ ബുഷും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ബുഷ് വരുന്നുണ്ട്. ഈ 2 ബുഷുകളിൽ പൊടി നിറഞ്ഞിട്ടാണ് ഈ ഒരു ഫാൻ സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് നന്നാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും അഴിക്കണം, നേരെ ബാക്ക് സൈഡും അഴിക്കണം. ഞാനിപ്പോൾ അതും അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നാക്കാൻ വേണ്ടത് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മണ്ണെണ്ണ എടുക്കുക. അല്ലെങ്കിൽ ഗ്രീസ് ആയാലോ ഓയിലായാലോ മതി. പക്ഷേ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും, അതായിരിക്കും വീടുകളിൽ പെട്ടെന്ന് കിട്ടാവുന്ന സാധനം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടിയുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കാം. അപ്പോൾ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തൊരു മിക്സറാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സെക്ഷനിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനൊരു സെക്ഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണിക്കാം. ആദ്യം ഫാനിനെ നമുക്കിങ്ങനെ കിടത്തി വയ്ക്കാം. അപ്പോൾ കിടത്തി വയ്ക്കുന്ന സമയത്ത് ബാക്കിലെ സർക്യൂട്ട്സ് ഒന്നും ചിന്താതെ പോവാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഇനി അല്പമായിട്ട് ഇവിടേക്കൊന്ന് അപ്ലൈ ചെയ്യാം ഈ ഒരു മിക്സ്ചർ. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ. അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഷാഫ്റ്റ് ജസ്റ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ആ ഒരു ടൈറ്റ് നമുക്ക് മാറുന്നത് ഫീൽ ചെയ്യും. നല്ല 2 സൈഡിലും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളപ്പോൾ 2 സൈഡും നന്നായിട്ട് ഓയിൽ വെച്ച് കൊടുത്തു. ആ ബുഷിൻ്റെ 2 സൈഡിൽ ഇപ്പോൾ ഉണ്ടോ ആ ഷാഫ്റ്റ് ഫ്രീ ആയി. ഇനി പഴയതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പഴയത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
ആദ്യം ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ പഴയ പോലെ ആദ്യം കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കവർ, ബാക്ക് കവർ ഇടണം. ഓരോന്നോരോന്നുണ്ട് സ്റ്റെപ്പായി കാണിക്കാം. അത് നമുക്ക് ഈ ഒരു സെക്ഷൻ ഇടാം. അതിന് 3 സ്ക്രൂ ഉള്ളത്. നമ്മൾ അതിൻ്റെ ബാക്ക് കവർ ഇട്ടു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിലുള്ള സംഭവം ഇട്ടു. ഇനി നമുക്ക് എൻ കവർ ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ക്രൂ ഉണ്ട്, അത് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. then ഇവിടെ അതിൻ്റെ ഓസിലേഷൻ്റെ നോബുണ്ട്, അതും ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഓസിലേഷൻ്റെ നോബ് ടൈറ്റ് ചെയ്തു, ബാക്ക് കവറും ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫാന് തിരിച്ച് വെച്ച് നമുക്ക് ഫ്രണ്ടിലുള്ള സെക്ഷനാണ് തിരിക്കുന്നത്. ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോബ് ഇട്ടത്. നമുക്ക് ഇതിനാദ്യം തിരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഫ്രണ്ടിൽ 4 സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നെറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ ഫുൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്കിനി ചെയ്യാം. അപ്പോൾ നമ്മൾ അത്രയും സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ലീഫിൻ്റെ കേസിൽ ബാക്ക് പ്രൊട്ടക്ഷൻ ഇട്ട് വെച്ച് ടൈറ്റ് ചെയ്യാം. നല്ലോണം ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ലീഫ് വയ്ക്കാം. ലീഫ് വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലീഫിൻ്റെ ഈ ഒരു ഗാഡി, ആ ഒരു കീ ആ ഒരു കറക്റ്റ് ഗാഡിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വയ്ക്കണം. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ലീഫ് കറക്റ്റ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീഫിൻ്റെ ഫ്രണ്ടിലുള്ള പ്രൊട്ടക്ഷൻ നട്ട് ഇത് റിവേഴ്സ് ഡയറക്ഷനിലാണ് കറക്കേണ്ടത്. അങ്ങനെ കറക്കിയിട്ട് കാര്യമില്ല, നേരെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ടൈറ്റ് ചെയ്താൽ മാത്രമേ അത് ടൈറ്റ് ആവുള്ളൂ. ഇനി ഫ്രണ്ട് കവറാണ് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടത്. ലീഫ് പിടിച്ച് അത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടോ ഫാൻ കറങ്ങുന്ന രീതിയിൽ. ആദ്യം നമ്മൾ സ്റ്റക്കായിരുന്നു, അപ്പം ആ സ്റ്റക്ക് പോയിട്ടുണ്ട്. ഇനി ഓൺ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഫാനിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീർന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു ഓയിലും മണ്ണെണ്ണയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് തന്നെ നന്നാക്കാവുന്ന കാര്യമുള്ളൂ ഈ ഒരു ഫാനിൻ്റെ സ്റ്റക്ക്. സാധാരണ വേനൽക്കാലങ്ങളിലാണ് ഫാന് കൂടുതലായിട്ട് ഇങ്ങനൊരു പ്രോബ്ലം വരിക. എന്തായാലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ വിളിക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള എല്ലാവരും.